ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമുക്ക് ദിസ് ലവ് ഡെസിൻ്റെ ഹാവ് ലോങ് ബീൻസ് എന്ന തായ് ബിയർ ഡ്രാമ കാണാം. ഇത് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കോമഡി ആയിട്ടുള്ള ഡ്രാമയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രാമയിലേക്ക് പോവാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു പയ്യനെയാണ്. ഇവനാണ് നമ്മുടെ കഥയിൽ ഫസ്റ്റ് ഹീറോ. ഇവൻ്റെ പേര് പ്ലവാൻ എന്നാണ്, നമുക്ക് വ്യാൻ എന്ന് വിളിക്കുക. അപ്പോൾ അവനാണെങ്കിൽ ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത്, ഹലോ ഗേസ്, നമ്മൾ വീണ്ടും ഒരു ബേസിൽസ് കൊണ്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ കടയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ലോങ് ബീൻസ് യൂസ് ചെയ്യാറില്ല. അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ കേട്ടിരുന്നു, ഇവിടുത്തെ ഷെഫ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ്. എന്തോ ആവട്ടെ, നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അവന് കിട്ടിയ സീരിയൽ പോയിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ പ്ലേറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടിട്ട് അത് അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടിട്ട് പറയുകയാണ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും പ്ലേറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ വേറെ ലെവലെന്ന്. അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് ഒരു ചെറുക്കനാണെങ്കിൽ ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നു. ആ ഫുഡ് കണ്ട ഉടനെ അവനാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നു, ഓ സൂപ്പർ ഫുഡ്, നല്ല രസമുണ്ട് കാണാനും, അതുപോലെ ടേസ്റ്റ് അടിപൊളിയെന്ന്. എന്നിട്ട് അവൻ പറയുന്നത്, നമുക്കിനി ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ബീഫ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ആരോ വന്ന് ആ പാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. ആ മാറ്റുന്ന ആൾ മറ്റാരുമല്ല, നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോയാണ്. ഇവൻ്റെ പേര് ഓബെന്നാണ്. ഓബാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അവൻ ചോദിക്കുകയാണ്, അല്ല നിനക്ക് ആരനുവാദം തന്ന് എൻ്റെ റെസ്റ്റോറൻറ്റിൽ വ്ളോഗ് ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ വ്യാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പറയണ, അയ്യോ ഓബോ, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, ഞാൻ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ പറ്റി റിവ്യൂ ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും വീഡിയോ എടുക്കുകയാണ്. ഗേസ്, നിങ്ങളിത് കണ്ടോ, നമ്മുടെ ഓബാണ് ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഓബിന് നല്ല ദേഷ്യം വരുന്നു. അവനാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന പ്ലേറ്റ് ആണെങ്കിൽ അപ്പുറത്ത് നിന്ന് ചെറുക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് പറയുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവൻ പറയണ, അയ്യോ അത് കൊണ്ടുപോയില്ല, ഞാൻ കഴിച്ചു പോലും തുടങ്ങിയില്ലെന്ന്. വ്യാൻ പറഞ്ഞതിന് ശേഷം ഓബ അവനോട് പറയുകയാണ്, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഫിലിമിങ് അനുവദിക്കുന്നതല്ല, കാരണം മറ്റുള്ള കസ്റ്റമേഴ്സിന് അത് ഡിസ്റ്റർബായ കാര്യമാണ്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുന്നു. അപ്പോൾ വ്യാൻ ചോദിക്കുന്നു, എന്താ ഷെഫ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് എത്ര നാൾ വെയിറ്റ് ചെയ്തിട്ടാണെന്ന് ഈ ഒരു സീറ്റ് ഇപ്പോൾ കിട്ടിയതെന്ന്. അപ്പോൾ ഓബാണെങ്കിൽ വ്യാൻ പറയുന്നത് കേട്ടിട്ട് പറയണേ, എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആൾക്കാർ ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യാനായിരിക്കണം വരുന്നത്, അല്ലാതെ ഫിലിമിങ്ങിനായിട്ടായിരിക്കരുത് വരുന്നതെന്ന്. അങ്ങനെ പെട്ടെന്ന് വ്യാനാണെങ്കിൽ ക്യാമറ ഓണാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ കണ്ടോ ഗേസ്, ഇയാൾ എങ്ങനെയാണ് ഓരോ കസ്റ്റമേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഓബാണെങ്കിൽ പറയുന്നു, നീ ഇവിടുത്തെ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടല്ലേ ഞാൻ നിന്നോട് ഇങ്ങനെയെല്ലാം സംസാരിച്ചതെന്ന്. അതിനുശേഷം അവൻ അവിടെ നിന്ന് പിടിച്ച് തള്ളി പുറത്തേക്ക് ആക്കുന്നു ഉണ്ട്. ഓബാണെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം ദേഷ്യപ്പെട്ട് പറയുന്നത്, ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ടാണ്, അല്ലാതെ വീഡിയോ എടുക്കാനല്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയണേ, ഇനി ഒരു ദിവസം പോലും ഇങ്ങോട്ട് വന്നു പോകരുതെന്ന്. ഇത് കേട്ടുടനെ അവൻ പറയണേ, ഞാനിനി ഇങ്ങോട്ട് വരയില്ല, ഇതൊരു ടെറിബിളായിട്ടുള്ള സ്ഥലമാണെന്ന്. ഇതൂടെ കേട്ട് കഴിയുമ്പോൾ അവന് ദേഷ്യം വന്ന് അവനെ അടിക്കുമോ എന്നുള്ള രീതിയിലാവുന്നു. അപ്പോൾ അവനാണെങ്കിൽ കോമഡി ആയിട്ട് അവിടെ നിന്ന് പറയുന്നത്, നീ വാടാ വാ അടിക്കെന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അവ അടികൊണ്ടേ അടങ്ങോളെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. ഓബ് കയറിപ്പോയതിന് ശേഷം അവിടെ നിന്നിട്ട് വ്യാൻ പറയുകയാണ്, നിങ്ങളുടെ വിചാരം നിങ്ങളങ്ങ് ഭയങ്കര ഫേമസ് ആണെന്ന്, ഞാൻ അതിനെക്കാട്ടി ഫേമസ് ആണ്, നിങ്ങൾക്കറിയാമോ എനിക്ക് 1000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലെന്ന്. ഇവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അവനെ കോൾ ചെയ്യുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് നല്ല ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. അവന് പറയണ, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന്. എന്നിട്ട് അവിടെ നിന്ന് പോവേണ്. ഇതെല്ലാം അവിടെ നിന്ന് ഓബ് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു മോഡലിംഗ് ചെയ്യുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ അവിടെ ചെന്നിട്ട് കുറച്ച് പോസൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, ആ കൊള്ളാന്നേ. എന്നിട്ട് അവനോട് പെട്ടെന്ന് പറയുകയാണ്, നിൻ്റെ ഷർട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ അവൻ പറയുന്നു, അയ്യോ ഷർട്ടൊന്നും റിമൂവ് ചെയ്യാക്കൂല, കാരണം എനിക്കങ്ങനെ 6 പാക്ക് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ വാൻ്റെ അടുത്ത് നിന്ന് അയാളാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഡാ നിൻ്റെ അടുത്ത് ആദ്യമേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് 6 പാക്ക് വേണ്ട ആടാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയുന്നത്, 6 പാക്ക് ഇല്ലെങ്കിൽ എന്താ എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ നമുക്ക്, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഫോട്ടോസ് എടുക്കാമെന്ന്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ടറിനാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്ന ക്ലിനിക്കിനുള്ള ആടാണ്, അല്ലാതെ മറ്റൊന്നിനുള്ള ആടല്ല, അതുകൊണ്ട് ഇതിന് 6 പാക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. എന്നിട്ട് അയാൾ അവൻ്റെ അപ്പുറത്തേക്കുന്ന അയാളടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞത്, എന്നിട്ട് അവൻ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ഷൻസ് പോലും അവൻ പാലിക്കുന്നില്ല. ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ അവനെ ബ്ലാക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് എല്ലാ കമ്പനിയിലും വിളിച്ചു പറയും, അവന് ഒരു സ്ഥലത്ത് പോലും മോഡലാവാൻ അനുവദിക്കരുതെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് പേടിയായിട്ട് വാൻ പറയണേ, അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ, നമുക്ക് വേണമെങ്കിൽ വേറെ പോസ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഒരുപാട് പോസൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടിട്ട് അയാൾക്ക് വീണ്ടും ദേഷ്യം കൂടുന്നതല്ലാതെ ദേഷ്യം കുറയുന്നതേ ഇല്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം അയാളാണെങ്കിൽ അവനെ പുറത്തേക്ക് പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ പറയണേ, ഇപ്പോഴുള്ള ആൾക്കാർ ഒരു
ചാൻസ് പോലും തരില്ലെന്ന്. അതിനുശേഷം അവൻ പറയണു അയ്യോ ഞാൻ ഇനി എന്തോന്ന് ചെയ്യുമെന്ന്. അപ്പോൾ ഈ സമയത്ത് അവന് ഫോണിലൊരു മെസ്സേജ് വരുന്നുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, അവൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല. അവനാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ബില്ലും എടുത്തുകൊണ്ട് ഒരാളെ കാണാനായിട്ട് പോകുന്നു. അവരാണെങ്കിൽ ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ ഈ ബില്ല് എൻ്റെ അടുത്ത് കൊണ്ടുവരാനായിട്ട് തോന്നി, നിന്നെ കാരണം എൻ്റെ ജോബ് പോവോ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അവരടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോബ് കണ്ടെത്തി തരാം. അപ്പോൾ അവർ ചോദിക്കുന്നു നിനക്ക് ഞാൻ എന്തോന്ന് ജോബ് കണ്ടെത്തി തരാനാണ്, നീ ആദ്യം ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് നീ നല്ല ഷേപ്പ് ആവുമെന്ന്, എന്നിട്ട് നീ ഇപ്പോഴും ആ ബേസിൽ സ്റ്റീർ ഫ്രൈയും കഴിച്ചുകൊണ്ട് നടക്കുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടുടനെ അവൻ പറയണ് അതിനെപ്പറ്റി പറയില്ല, അത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്, അതങ്ങനെ ആർക്കും പെട്ടെന്ന് കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല, ഇത് ഞാൻ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് കൂടുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നു എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ യൂട്യൂബർ ആകുക, അതാകുമ്പോൾ നിനക്ക് ഏർണിങ്സും കിട്ടുമല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയണ് അതിന് ഞാൻ 2 മാസം കൊണ്ട് തന്നെ ഒരു ഫുഡാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനൊരു എക്സ്പെർട്ട് ആകില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവർ ചിരിച്ചിട്ട് പറയാണ് പിന്നെ ശരി, നിന്നെക്കൊണ്ട് ഷേപ്പ് ആകാനും ഒക്കില്ല, ഒന്നിനും ഒക്കില്ലെങ്കിൽ നീ എന്തോന്ന് ചെയ്യും, ഞാൻ പോകുന്നെന്നും പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവരെ പിന്നാലെ പോയി അവൻ വിളിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവനാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ്. ഫ്രണ്ടിൻ്റെ പേര് ജെ എന്നാണ്. ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് നിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ അടച്ചിട്ടുണ്ട്, നീ പെട്ടെന്ന് തന്നെ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം അടച്ചിട്ട് കാര്യമില്ല, വാട്ടർ ബില്ല് കൂടെ ഉണ്ടെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നത് ഞാൻ നിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൻ്റെ അച്ഛനൊന്നുമല്ല നിൻ്റെ ഫ്രണ്ടാണെന്ന്. അപ്പോൾ ഇത് കേട്ട് അവൻ പറയുന്നത് കൊള്ളാടെ, എന്തായാലും നമ്മളെ 30 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞില്ലേന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു 30 വർഷമായി, അതെങ്ങനെയാടാ നിനക്ക് ഇപ്പം തന്നെ 25 വയസ്സല്ലേ ആയോളെന്ന്. ജെ പറഞ്ഞതിന് ശേഷം വ്യാനാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് സ്നാക്സ് കഴിച്ചുകൊണ്ട് പറയേന് എനിക്ക് നല്ലൊരു മോഡലിംഗ് ജോബ് കിട്ടട്ടെ, അപ്പം ഞാൻ നിൻ്റെ എല്ലാ പൈസയും തന്നു തീർക്കുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെയാണ് ഒരു മോഡലിംഗ് ജോബ് കിട്ടുന്നത്, കാരണം നീ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ പ്രോപ്പറായിട്ട് എക്സസൈസ് പോലും ചെയ്യാറില്ല, ഞാൻ നിൻ്റെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് അല്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ മാത്രമാണ് ഒന്നും തന്നെ കേൾക്കാത്തത്, അതുപോലെ ഞാൻ നിൻ്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണ്, നിനക്ക് മോഡലിങ്ങിനോട് യഥാർത്ഥത്തിൽ താല്പര്യമേ ഇല്ല, നിനക്ക് പണത്തിനോടാണ് താല്പര്യമൊന്നും അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ സ്നാക്സ് ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നു. അത് കണ്ടിട്ട് അവനാണെങ്കിൽ ആ സ്നാക്സ് ബോക്സിന് വേണ്ടി വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അതൊന്ന് കേൾക്കാതെ അങ്ങ് കയറി പോവുകയാണ്. പിന്നെ വാനാണെങ്കിൽ തറയിൽ ഒരു സ്നാക്ക് കിടക്കുന്ന കണ്ടിട്ട് അതിനെടുത്ത് കഴിക്കുന്നു. അടുത്ത സീനിൽ ഓബിനെയാണ് കാണിക്കുന്നത്. ഓബാണെങ്കിൽ പോയി കുറച്ച് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് അവരെയൊക്കെ കുറ്റം പറയണം അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഓബിൻ്റെ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ആഡാണ് കാണിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഓബ് ഏതെങ്കിലും ഫുഡ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധയോടെ ആയിരിക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുന്നതെന്ന്. അതുപോലെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ലോങ് ബീൻസ് യൂസ് ചെയ്യാറേ ഇല്ലെന്ന്. ഈ ആട് കണ്ടിട്ട് ഓബിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ കണ്ണാടി വെച്ച പയ്യൻ പറയുന്നുണ്ട് ഷെഫ് എന്തായാലും ഈ ആട് കൊള്ളാമെന്ന്, ഇവൻ്റെ പേര് ക്ലൂർ എന്നാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയുന്നുണ്ട് എനിക്ക് ഈ ക്ലിപ്പിൻ്റെ ആവശ്യമില്ല, ഇത് വേണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന അവർ രണ്ടുപേരും പറയുന്നുണ്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാമെന്ന്. അപ്പോൾ ഓബ് പറയുന്നു നിങ്ങൾ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, അതുപോലെ നിങ്ങൾ തയ്യാറാക്കിയ ആട് കൊള്ളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് കൊള്ളാം, പക്ഷെ ഞാൻ എൻ്റെ ഈ റെസ്റ്റോറൻറ്റ് വിൽക്കാനായിട്ട് പോവുകയാണെന്ന്. ഇത് കേട്ടുടനെ ക്ലൂറ് അതുപോലെ അവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഓബ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഓബിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് ക്ലൂറ്. എന്നിട്ട് അവനോട് പോയി ചോദിക്കുന്നു ഷെഫ് നിങ്ങളിത് വിൽക്കാനായിട്ട് പോവുകയാണോ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഓബ് ചോദിക്കുന്നു ഇത്രയും നാളായിട്ട് നീ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുകയില്ലേ, ഞാൻ ഇതുവരെയായിട്ടാണ് എന്തെങ്കിലും ജോക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അവൻ പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഈ റെസ്റ്റോറൻറ്റ് കൊടുക്കുന്ന ആളോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങളെ തന്നെ അപ്പോഴും എംപ്ലോയീസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രയും കേട്ടതിന് ശേഷം ക്ലൂർ അവനോട് ചോദിക്കുന്നു അപ്പം നിങ്ങളിനി ഒരിക്കലും കുക്ക് ചെയ്യില്ലേ എന്ന്. അപ്പോൾ ഓബ് പറയുന്നു എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഞാനിത് നിർത്തുന്നത്, പിന്നെ എനിക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ചില മെമ്മറീസൊക്കെ ഓർമ്മ വരും, അതുകൊണ്ടാണ് ഞാനിത് വിൽക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് ക്ലൂർ അവനോട് ചോദിക്കുന്നു നിങ്ങൾ കൗശോഹിയെ പറ്റിയാണോ പറയുന്നതെന്ന്. അപ്പോഴാണ് ഈ കൗസോഹി ആരാണെന്ന് കാണിക്കുന്നത്. ഈ കൗസോഹി എന്ന് പറയുന്ന പെണ്ണ് ഈ ഓബിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടാണ്. അവളും ഓബും കൂടിയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ അവൾക്ക് ലോങ് ബീൻസ് അലർജി ആയതുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ ലോങ് ബീൻസ് കൊണ്ട് ഫുഡ് തയ്യാറാക്കാതിരിക്കുന്നത് തന്നെ. ഇത്രയും പറഞ്ഞതിന് ശേഷം ഓബിനോട് ക്ലൂർ ചോദിക്കുന്നു നിങ്ങൾ കൗശോഹിൻ്റെ അടുത്ത് ഇതൊന്നും പറയുന്നില്ലേന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ അവളോട് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലെന്ന്. അപ്പോൾ അതിനുശേഷം ക്ലൂർ ചോദിക്കുന്നു അല്ല നിങ്ങളിത് ആർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഓബ് പറയുന്നു ഞാനങ്ങനെ ആർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടൊന്നും ഇല്ല, ആരാണോ ആദ്യം ഇത് വാങ്ങാനായിട്ട് വരുന്നത് അയാൾക്ക് കൊടുക്കാനാണ് സാധ്യതയെന്ന്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട്
എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരാൾ ഓബിന് ഒരു ചെക്ക് കൊടുക്കുന്നതായിട്ടാണ്. പക്ഷേ ആ ചെക്ക് വാങ്ങിച്ചുടനെ ഓബാണെങ്കിൽ അത് കീറിക്കളയുന്നുണ്ട്. ഈ ചെക്ക് കൊടുത്ത ആളെ പേര് മെത്താസ് എന്നാണ്. മെത്താസും ഓബും ഭയങ്കര ശത്രുക്കളാണ്. അവനാണെങ്കിൽ ആ ചെക്ക് വലിച്ചു കീറിയിട്ട് പറയേണ് എൻ്റെ റെസ്റ്റോറൻറ്റ് എന്തായാലും ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് മെത്താസ് ചോദിക്കുന്നു, അല്ല നീ എനിക്ക് തരാതിരിക്കുന്നത് പൈസ കുറഞ്ഞു പോയത് കൊണ്ടാണോ? എന്നാൽ നിനക്ക് ഇഷ്ടമുള്ള പൈസ എഴുതിയെടുക്കാം. അതുപോലെ ഞാൻ കേട്ടിരുന്നല്ലോ നിൻ്റെ അടുത്ത് ആരാണോ ഇത് വാങ്ങാനായിട്ട് വരുന്നത് അയാൾക്ക് നീ എന്തായാലും ഇത് വിൽക്കുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, ഞാൻ നിന്നെപ്പോലുള്ള ഒരാൾക്ക് എന്തായാലും എൻ്റെ റെസ്റ്റോറൻറ്റ് വിൽക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്ക് മാത്രമേ കൊടുക്കൂ, അല്ലാതെ നിന്നെപ്പോലെയുള്ള ഒരാൾക്ക് തരില്ലെന്ന്. അതിനുശേഷം കാണിക്കുന്നത് മെത്താസും ഓബും തമ്മിലുള്ള ശത്രുതയ്ക്ക് എന്തോന്നാണ് കാരണമെന്നാണ്. അതിനുള്ള കാരണം ഇതാണ്. ഓബിൻ്റെ മാസ്റ്ററിൻ്റെ റെസ്റ്റോറൻറ്റ് ഒരു ദിവസം ഈ മെത്താസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടാണ് ഇവരെ ശത്രുത ആരംഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് മെത്താസ് ചോദിക്കുകയാണ്, ആ ഒരു കാര്യം കൊണ്ടാണോ നീ ഇപ്പോൾ എനിക്കിത് വിൽക്കാൻ തയ്യാറാകാത്തതെന്ന്. അപ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ഓബ് പറയുകയാണ്, നിനക്കത് വെറും ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം, പക്ഷേ എൻ്റെ മാസ്റ്ററിന് അത് അങ്ങനെയല്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. വെറുതെ എൻ്റെ സമയം പോകുന്നത് തന്നെ മെച്ചം. അതുകൊണ്ട് നീ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാൻ നോക്കി. എന്തായാലും ഞാൻ നിനക്ക് വിൽക്കാൻ പോകുന്നില്ല എൻ്റെ റെസ്റ്റോറൻ്റ് എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് മെത്താസ് പറയുന്നു, ആ ശരി, എന്തായാലും നിനക്ക് പൈസയ്ക്ക് അത്യാവശ്യമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ എനിക്ക് തന്നെ ഇത് വിൽക്കും. മറ്റാരെയൊന്നും ഇത്രയും പൈസയൊന്നും കിട്ടില്ല. പിന്നെ നിൻ്റെ മൈൻഡ് ചേഞ്ച് ആക്കിയിട്ട് നീ ഇത് എനിക്ക് തന്നെ തരാൻ തയ്യാറാവുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൻ്റെ കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അതിനെ തട്ടി തറയിലേക്ക് ഇടുകയാണ്. അടുത്ത സീനിലൊരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ഓബിനോട് പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മോളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പറയാൻ നോക്കണമെന്ന്. അപ്പോൾ ഓബിൻ്റെ ഫ്രണ്ട് അയാളോട് പറയുന്നുണ്ട്, ഓക്കെ ഡോക്ടർ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന്. ആ ഡോക്ടർ പോയതിന് ശേഷം മാസ്റ്റർ ഓബിനോട് പറയുകയാണ്, നിങ്ങൾ അവളെ അറിയിക്കാനായിട്ട് നോക്കരുത്, കാരണം അവളെ അറിയിച്ചു കഴിഞ്ഞാൽ അവൾ ടെൻഷൻ അടിച്ച് അവളെ സ്റ്റഡീസിൽ പോലും ഫോക്കസ് ചെയ്യില്ലെന്ന്. ഈ മാസ്റ്ററിൻ്റെ മോളാണ് കൗശോയി. ഇത് കേട്ടിട്ട് ഓബ് പറയുന്നു, അതെങ്ങനെയാണ് അവളോട് പറയാതിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി മാസ്റ്ററിൻ്റെ സർജറി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന്. അപ്പോൾ മാസ്റ്റർ പറയുന്നു അതൊന്നും വേണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് ഓബും അതുപോലെ ഫ്രണ്ടും കൂടെ പുറത്തേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിനോട് ഓബ് പറയുകയാണ്, ഞാൻ കുറച്ച് പൈസ നിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്, നീ ആ പൈസ ഉപയോഗിച്ച് ഇവിടുത്തെ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്ക്, ബാക്കി പൈസ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്കാമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫ്രണ്ട് ചോദിക്കുന്നു, അല്ല നീ ഇത്രയും പൈസ എവിടെ നിന്ന് കണ്ടെത്താനാണ്? അതുപോലെ നീ ഇനി നിൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ ഓബ് പറയുന്നു, അതൊക്കെ എൻ്റെ ബിസിനസ് പരമായ കാര്യമാണ്, ആദ്യം നീ പൈസ കൊണ്ടുപോയി ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവൻ പറയുന്നു, നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നീ ആ ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് ഇവിടെ ഫ്രണ്ട് പറയുന്നത് കൗശോയെ പറ്റിയാണ്. അങ്ങനെ വീട്ടിൽ പോയതിന് ശേഷം ഓബാണെങ്കിൽ അവളെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ കൗശോഹി അവനെ തിരിച്ച് വിളിക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, അല്ല പെട്ടെന്ന് എന്താ വിളിച്ചതെന്ന്. അപ്പോൾ ഓബ് പറയുന്നു, അതൊന്നുമില്ല, കോൾ ചെയ്തത് മാറിപ്പോയതാണ്, പിന്നെ നീ നിൻ്റെ അച്ഛനെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, എനിക്കിപ്പോൾ എക്സാം ആയതുകൊണ്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കാറൊന്നുമില്ല, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഓബ് പറയുന്നു, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പിന്നെ നീ മാസ്റ്ററിനെ വിളിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന്. ഈ സമയം അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. അവളെ വിളിക്കുന്നത് ഓബ് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൾ ചോദിക്കുന്നു, ഇപ്പോഴവിടെ മോർണിംഗ് ആണല്ലേ, ഞാൻ മറന്നുപോയി, നിന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തതിന് സോറി എന്ന് പറഞ്ഞിട്ട് അവനപ്പോൾ തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ നല്ല വിഷമിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അടുത്ത സീനിൽ ഓബ് അവൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓബിനെ കണ്ടുടനെ ഫ്രണ്ട് ചോദിക്കുന്നു, അല്ല നീ നിൻ്റെ റെസ്റ്റോറൻറ്റ് വിൽക്കാനായിട്ട് പോവുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനും എൻ്റെ റെസ്റ്റോറൻറ്റ് അങ്ങ് വിൽക്കാം, എന്നിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച് നമുക്ക് മാസ്റ്ററിൻ്റെ എല്ലാ ചിലവും നോക്കാമെന്ന്. ഓബ് ഇത് കേട്ടിട്ട് അവനോട് ചോദിക്കുന്നു, അതിന് നീ കഴിഞ്ഞ മാസമല്ലേ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്, അതിൻ്റെ ലോണ് പോലും നീ അടച്ചു തീർത്തില്ല, അതിനു മുമ്പേ നീ ഇത് വിൽക്കാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, അല്ല നീ വിൽക്കുന്നെങ്കിൽ തന്നെ ആർക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ആ മെത്താസ് ഇത് വാങ്ങാനായിട്ട് നടക്കുകയായിരിക്കുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊന്നും നീ പേടിക്കേണ്ട, എന്തായാലും ഞാൻ അവന് കൊടുക്കാൻ പോകുന്നില്ല ഇത്. ഞാനിത് കൊടുക്കുന്നെങ്കിൽ തന്നെ ഏറ്റവും നല്ലതുപോലെ എൻ്റെ റെസ്റ്റോറൻറ്റ് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ കൊടുക്കൂ, അല്ലാതെ മറ്റ് ബിസിനസ്സിന് വേണ്ടി ഉദ്ദേശിച്ച് വാങ്ങാനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഞാൻ എന്തായാലും ഇത് കൊടുക്കില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ചോദിക്കുന്നു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ചെയ്യാം, അതുവഴി നമുക്കൊരാളെ കിട്ടുമല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, കുക്കിംഗ് കോമ്പറ്റീഷനോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു,
കുക്കിംഗ് കോമ്പറ്റീഷൻ തന്നെ, അതുവഴി നമുക്കൊരു വിശ്വസ്തനായ ആളെ കിട്ടുമെന്ന്. ഇത് കേട്ടിട്ട് ഓബ് ചോദിക്കുന്നു അത് നമ്മളിപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതിനൊക്കെ വഴിയുണ്ടെന്നേ. എന്നിട്ട് അവനൊരു പോസ്റ്ററും അവന് കാണിച്ചു കൊടുക്കുന്നു. അതിലെ പോയിൻ്റൊക്കെ പറഞ്ഞതിന് ശേഷം പറയണേ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ചൂസ് ചെയ്യാമെന്ന്. അതിനുശേഷം ഓബ് ചോദിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന്. അപ്പോൾ ഫ്രണ്ട് പറയാണ് നിനക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ആൾക്കാരെ മാത്രം നീ സെലക്ട് ചെയ്താൽ മതിയെന്ന്. അതിനുശേഷം അവർ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് പേരും കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർക്കതിന് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ. ഇവർ ഷെയർ ചെയ്ത പോസ്റ്റ് മെത്താസും കാണുന്നുണ്ടായിരുന്നു. മെത്താസ് ആണെങ്കിൽ അത് കണ്ടുടനെ പറയണേ എന്ത് ചെയ്തിട്ടായാലും എത്ര രൂപ ചിലവാക്കിയിട്ടായാലും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആ പ്രോപ്പർട്ടി എൻ്റേത് തന്നെ ആക്കണമെന്ന്. ഈ സമയം ആ കോമ്പറ്റീഷനെ പറ്റി അറിഞ്ഞിട്ടും മാധ്യമങ്ങളെല്ലാം ഓബിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓബ് അവരോട് പറയണേ ഈ കോമ്പറ്റീഷൻ അവൻ വെച്ചത് അവൻ്റെ റെസ്റ്റോറൻറ്റ് സെല്ല് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ എനിക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഈ റെസ്റ്റോറൻറ്റ് കിട്ടിയതിന് ശേഷം അതിന് വേറെന്തെങ്കിലും ബിസിനസ് നടത്താമെന്നുള്ള രീതിയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആദ്യമേ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇത് നിർത്തിപ്പോകുന്നതായിരിക്കും നല്ലതെന്ന്. അടുത്ത സീനിൽ വാനിയെയും ജെജെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ മെത്താസിനെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ജെജെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ മെത്താസിനെ കാണാനായിട്ട് വന്നതെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഈ ഓബ് സംസാരിച്ച വീഡിയോ കാണിച്ചിട്ട് പറയുകയാണ് എനിക്ക് അയാളോട് റിവെഞ്ച് ചെയ്യണമെങ്കിൽ മെത്താസിനെ കൂട്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അയാൾക്ക് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ എനിക്ക് തോനെ പൈസ തരുമെന്ന്. അപ്പോൾ ഇത് കേട്ട് അവൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമെന്ന്. അതിനുശേഷം അവർ മെത്താസിനെ കാണാനായിട്ട് കയറുന്നുണ്ട്. മെത്താസ് വാനിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ട് ചോദിക്കുകയാണ് നീ ഒരു മോഡലും ആക്ടറും ആണല്ലേ എന്ന്. അപ്പോൾ വാൻ പറയുന്നു ആദ്യം ഞാൻ നല്ലതുപോലെ ആക്ട് ചെയ്യുമെന്ന്. അപ്പം മെത്താസ് പറയുകയാണ് നിന്നെ കണ്ടാൽ നീ ഒരു മോഡലാണെന്ന് പറയില്ലെന്ന്. അതിനുശേഷം മെത്താസിനാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് ഇവന് കുക്കിംഗ് അറിയത്തില്ലെന്ന്. കാരണം പേഴ്സണൽ ഡീറ്റെയിൽസിൽ കുക്കിങ്ങിനെ പറ്റി ഒന്നും തന്നെ അവ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മെത്താസ് അവനോട് ചോദിക്കുകയാണ് കുക്കിംഗ് അറിയാതെ നീ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ അതൊക്കെ എങ്ങനെയെങ്കിലും വിൻ ചെയ്യുമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് വെറുതെ നിനക്ക് വേണ്ടി സമയം കളയാനില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് പോകാൻ നോക്കുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം മെത്താസ് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ പിന്നാലെ പോയിട്ട് പറയുന്നു ഞാൻ എങ്ങനെയെങ്കിലും ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്യുമെന്ന്. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ മെത്താസ് ആണെങ്കിൽ വാനിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇത് കേട്ട് കഴിയുമ്പോൾ ജെജെക്ക് നല്ല ദേഷ്യം വരുന്നു. അവൻ വന്നിട്ട് മെത്താസിനോട് ചോദിക്കുകയാണ് തനിക്ക് എൻ്റെ ഫ്രണ്ടിനെ പറ്റി എന്തറിയാം, അവന് കുക്കിംഗ് അറിയത്തില്ലെന്നേ ഉള്ളൂ, എന്നാലും അവൻ ഒരുപാട് തവണ ബേസിൽ സ്റ്റിർ ഫ്രൈ ട്രൈ ചെയ്തിട്ടുണ്ട്, അവൻ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം അറിയാം, അവൻ അത് വെച്ച് എങ്ങനെയെങ്കിലും ആ കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് റൗണ്ട് വിൻ ചെയ്യും. അതിനുശേഷം നിങ്ങൾ കുറിച്ച് വെച്ച് നിങ്ങൾ തന്നെ അവനെ തേടി വരും, നീ വാടാ വാൻ നമുക്ക് പോകാമെന്നും പറഞ്ഞ് വാനെ വിളിച്ച് അവിടെ നിന്ന് മാസമായിട്ട് ഇറങ്ങി പോകുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ജെജെയോട് വാൻ പറയുന്നത് ഡാ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ആ മെത്താസ് എന്നെ സെലക്ട് ചെയ്തില്ല, ഞാൻ ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതിനിപ്പോൾ അവൻ സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്താ, നീ കോമ്പറ്റീഷനിൽ പോയി പങ്കെടുക്കണം, എന്നിട്ട് അതിൽ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തായാലും നിന്നെ തേടി വരും, അപ്പം നിനക്ക് ഇഷ്ടമുള്ള പൈസയിൽ ഡീൽ ഉറപ്പിക്കാമല്ലോ എന്ന്. അപ്പോൾ ജെജെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാൻ ചിന്തിച്ചിട്ട് പറയുകയാണ് അത് നല്ലൊരു ഐഡിയ ആണല്ലോ, നീയാണടാ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. ആ സീനവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഓബ് എന്തൊക്കെ സാധനങ്ങളാണ് അയാളുടെ ഡിഷിന് വേണ്ടി വാങ്ങുന്നതെന്ന് അറിയാനായിട്ട് അയാളെ പിന്തുടർന്ന് പോവുകയാണ് വാൻ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഓബിന് ആരോ അയാളെ പിന്തുടരുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഓബാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നു, എന്നിട്ടത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. പെട്ടെന്ന് വാനാണെങ്കിൽ നോക്കുന്ന സമയത്ത് അവിടെ ഓബിനെ കാണാനില്ല. വാൻ അങ്ങനെ പറയുന്നുണ്ട് അയ്യോ ഇയാളിത് എങ്ങോട്ട് പോയെന്ന്. അങ്ങനെ അവൻ അവിടെയെല്ലാം ഓബിനെ നോക്കുന്ന സമയത്ത് ആരോ അവൻ്റെ പിന്നിൽ വന്ന് പിടിക്കുന്നു. അങ്ങനെ അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് ഓബാണ്. ഓബ് അവനെ കണ്ടിട്ട് ചോദിക്കുകയാണ് നീ ആ യൂട്യൂബർ അല്ലേടാ, നീ എന്തിനാ ചുമ്മാ എന്നെ ഫോളോ ചെയ്ത് വരുന്നേന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് വാൻ ചോദിക്കുന്നു അതിന് നിങ്ങളാര് ഫോളോ ചെയ്ത് വന്ന്, ഞാൻ എനിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ടാണ് ഇവിടെ വന്നേന്ന്. എന്നിട്ട് അവൻ ഇത്രയും പറഞ്ഞിട്ട് പോകാനായിട്ട് നടക്കുന്ന സമയത്ത് ഓബാണെങ്കിൽ അവനെ പിടിച്ച് വലിച്ച് അവിടെ നിർത്തിയിട്ട് അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ബുക്ക് പിടിച്ച് വാങ്ങുന്നു. എന്നിട്ട് അതിലെ പേജ് കീറിയിട്ട് അത് വായിച്ചു നോക്കുന്നു. വായിച്ചു നോക്കിയിട്ട് ഓബ് ചോദിക്കുകയാണ് ഞാൻ വാങ്ങുന്ന അതേ സാധനങ്ങൾ നീ എന്തിനാ എഴുതിയെടുത്ത് വാങ്ങുന്നേന്ന്. അപ്പോൾ അവൻ പറയുന്നു അതിന് നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ കണ്ടിട്ട് ഞാൻ വാങ്ങാൻ വന്നതൊന്നുമല്ല, എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ അതിൽ എഴുതി വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു എന്തോ ആവട്ടെ അതെൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, അതുപോലെ പിന്നെ നീ വെറുതെ ഇനി എന്നെ ഫോളോ ചെയ്യരുത്, എനിക്കൊരു ഫാനിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഓബാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു.
ഓബ് പോകുന്നത് കണ്ടിട്ട് ആദ്യമൊക്കെ അവനാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പറയണേ, എന്നോടാണ് നിങ്ങളെ കളി, ഞാൻ ആദ്യമേ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നടാ, നീ അത് കൊണ്ടുപോയിക്കോ എന്ന്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.